ഞാൻ ധന്യ ASLP അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫെയർ ആണ്. 10ാം ക്ലാസ് പ്രിലിംസ് എക്സാം ആയിക്കോട്ടെ, ഡിഗ്രി പ്രിലിംസ് എക്സാം ആയിക്കോട്ടെ, അതുപോലെ +2 ലെവൽ എക്സാം ആയിക്കോട്ടെ, ഏതിനും നമുക്ക് അത്യാവശ്യമായ ഒരു ഘടകമാണ് കറണ്ട് അഫെയർസ്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. ഫസ്റ്റ് ചോദ്യം, ഏത് ഇന്ത്യൻ ഗുസ്തി താരത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിക്ടിനസ്? ഏത് ഇന്ത്യൻ ഗുസ്തി താരത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിക്ടിനസ്? സാക്ഷി മാലിക്. സാക്ഷി മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പാണ് വിക്ടിനസ് എന്ന് പറയുന്ന കൃതി. ഏത് ഇന്ത്യൻ താരത്തിന്റെ ഗുസ്തി താരത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിക്ടിനസ്? സാക്ഷി മാലിക്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്നയാണ്. നെക്സ്റ്റ്, നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിൽ 1ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനമാണ് കേരളം. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിൽ 1ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിൽ 1ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനമാണ് കേരളം. ഫെയിം പദ്ധതിക്ക് പകരമായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് PME ഡ്രൈവ്. ഫെയിം എന്ന പദ്ധതിക്ക് പകരമായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച പദ്ധതിയാണ് PME ഡ്രൈവ് ആണ്. നെക്സ്റ്റ്, ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ ആദ്യത്തെ വനിതാ പൈലറ്റ് ആണ് മോഹന സിംഗ്. അപ്പൊ ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച യുദ്ധവിമാനമാണ് തേജസ്. ഇത് പറത്തിയ വനിതാ പൈലറ്റ് ആണ് മോഹന സിംഗ് ആണ്. അടുത്തത്, 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടുവെന്ന അണ്ണാറക്കണ്ണനായിരുന്നു. 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമാണ് തക്കുടുവെന്ന അണ്ണാറക്കണ്ണൻ. അപ്പോൾ ഏത് ഇന്ത്യൻ ഗുസ്തി താരത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിക്ടിനസ്? സാക്ഷി മാലിക്. സാക്ഷി മാലിക് എന്ന ഗുസ്തി താരത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിക്ടിനസ് എന്ന കൃതി. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിൽ 1ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനമാണ് കേരളം. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിൽ 1ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനമാണ് കേരളം. ഫെയിം പദ്ധതിക്ക് പകരമായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച പദ്ധതിയാണ് PME ഡ്രൈവ്. ഫെയിം പദ്ധതിക്ക് പകരമായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച പദ്ധതിയാണ് PME ഡ്രൈവ് ആണ്. ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ വനിതാ പൈലറ്റ് ആണ് മോഹന സിംഗ്. ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ വനിതാ പൈലറ്റ് ആണ് മോഹന സിംഗ്. നെക്സ്റ്റ്, 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമാണ് തക്കുടുവെന്ന അണ്ണാറക്കണ്ണൻ. 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമാണ് തക്കുടുവെന്ന അണ്ണാറക്കണ്ണൻ. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനമാണ് പൗർണമി. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനമാണ് പൗർണമിയാണ്. 2023-2024 ട്രാൻസ്പോർട്ട് ഇന്നവേഷനുള്ള ഹെഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ്. 2023-2024 ട്രാൻസ്പോർട്ട് ഇന്നവേഷനുള്ള ഹെഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോ. അടുത്തത്, സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം രചിച്ചത് KT ജലീൽ. സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം എഴുതിയത് KT ജലീലാണ്. 2023-2024 ട്രാൻസ്പോർട്ട് ഇന്നവേഷനുള്ള ഹെഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ്. അതുപോലെ തന്നെ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം ആരുടേതെന്ന് ചോദിച്ചാൽ അത് KT ജലീലിന്റെയാണ്. അടുത്തത്, 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ഹൈദരാബാദാണ്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ഹൈദരാബാദിലാണ്. 2024-2025
2025 വർഷത്തെ രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് ആരാണ്? സച്ചിൻ ബേബിയാണ്. 2024-2025 വർഷത്തെ രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് സച്ചിൻ ബേബിയാണ്. നെക്സ്റ്റ്, വ്ളാഡിമിർ പുതിൻ എത്രാം തവണയാണ് റഷ്യൻ പ്രസിഡന്റായി വീണ്ടും അധികാരമേറ്റത്? 5ാം തവണയാണ്. വ്ളാഡിമിർ പുതിൻ എത്രാം തവണയാണ് റഷ്യൻ പ്രസിഡന്റായി അധികാരമേറ്റത്? 5ാം തവണയാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ഏത് ഇന്ത്യൻ ഗുസ്തി താരത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിറ്റ്നസ് സാക്ഷി മാലിക്? ഏത് ഇന്ത്യൻ ഗുസ്തി താരത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് സാക്ഷി മാലിക്? സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആയത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്നയാണ്. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിൽ 1ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനമാണ് കേരളം. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിൽ 1ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. ഫെയിം പദ്ധതിക്ക് പകരമായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച പദ്ധതിയാണ് PME ഡ്രൈവ്. ഫെയിം പദ്ധതിക്ക് പകരമായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് PME ഡ്രൈവാണ്. ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ വനിതാ പൈലറ്റാണ് മോഹന സിംഗ്. ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ വനിതാ പൈലറ്റാണ് മോഹന സിംഗ്. നെക്സ്റ്റ്, 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നമായിരുന്നു തക്കുട് വന്ന അണ്ണാറക്കണ്ണനാണ്. 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? തക്കുട് വന്ന അണ്ണാറക്കണ്ണനാണ്. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനമാണ് പൗർണമി. അപ്പൊ കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനമാണ് പൗർണമിയാണ്. 2023-2024 ട്രാൻസ്പോർട്ട് ഇന്നവേഷനുള്ള ഹെഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോയാണ്. 2023-2024 ട്രാൻസ്പോർട്ട് ഇന്നവേഷനുള്ള ഹെഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോ. നെക്സ്റ്റ്, സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം രചിച്ചത് KT ജലീലാണ്. സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം എഴുതിയത് KT ജലീലാണ്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ഹൈദരാബാദിലാണ്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഹൈദരാബാദിലാണ്. 2024-2025 വർഷത്തെ രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് സച്ചിൻ ബേബിയാണ്. 2024-2025 വർഷത്തെ രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് സച്ചിൻ ബേബി. നെക്സ്റ്റ്, വ്ളാഡിമിർ പുടിൻ എത്രാം തവണയാണ് റഷ്യൻ പ്രസിഡന്റായി വീണ്ടും അധികാരമേറ്റത്? 5ാം തവണയാണ് വ്ളാഡിമിർ പുടിൻ വീണ്ടും അധികാരമേറ്റത്. 5ാം തവണ. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാ PSC ഉദ്യോഗാർത്ഥികളുടെയും വലിയൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു സർക്കാർ ജോലിയാണ്. എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ ജോലി കരസ്ഥമാക്കുക എന്നാണ്. അപ്പൊ ASB അക്കാദമി ലേണിംഗ് ആപ്ലിക്കേഷൻ അവതരിപ്പിക്കുന്ന പുതിയൊരു കോഴ്സാണ് ആരംഭം. ഇതിന്റെ വാലിഡിറ്റി 18 മാസമാണ്. ഫീസ് വരുന്നത് 5000 രൂപയാണ്. കേരള PSC നടത്തുന്ന ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും എഴുതിയെടുക്കാൻ പാകത്തിനാണ് ഞങ്ങൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ 9995467246 എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുക. അതുപോലെ വീഡിയോ കാണുന്ന ആരെങ്കിലും ASB ലേണിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ +2 ലെവൽ എക്സാമുകളാണ് യൂണിഫോം പോസ്റ്റുകൾ. അപ്പോൾ യൂണിഫോം ജോലി തിളങ്ങാൻ വേണ്ടിയിട്ട് ASBയുടെ തീവ്ര പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ട ജോലി കരസ്ഥമാക്കാം. അപ്പോൾ സല്യൂട്ട് എന്ന കോഴ്സ് ഞങ്ങൾ ആരംഭിച്ചു തുടങ്ങി. അപ്പോൾ ASB അക്കാദമിയുടെ ഒപ്പം നിങ്ങൾക്ക് സല്യൂട്ട് എന്ന കോഴ്സിലൂടെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിഫോം ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും. ഇതിന്റെ പ്രത്യേകത, ആദ്യം ജോയിൻ ചെയ്യുന്ന 50 സ്റ്റുഡൻസിന് ഇപ്പോൾ ഫീസ് വരുന്നത് 1999 രൂപയാണ്. ലൈവ് ക്ലാസ്സുകൾ കാണും. അതുപോലെ ലൈവ് ക്ലാസ്സുകൾ കാണാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഒരു മെന്റർഷിപ്പ്, നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു മെന്റർ
കാണും. 24 hours ഒരു മെന്റർ കൂടെ തന്നെ കാണും. SCERT ടെക്സ്റ്റ് ബുക്കുകളും NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സുകളും ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അതിന്റെ എല്ലാം PDF-കളും ലഭ്യമാണ്. ഡെയിലി എക്സാമുകൾ കാണും. അതുപോലെ OMR എക്സാമിന്റെ പ്രാക്ടീസുകൾ കാണും. പിന്നെ സ്റ്റഡി ടൈം ടേബിളും ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 9207845558 ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യുക. അതുപോലെ AZB അക്കാദമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ മറ്റൊരു വലിയ സ്വപ്നമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് നോട്ടിഫിക്കേഷൻ ഈ December 31 എന്തായാലും ഉണ്ടാകും. നമുക്കൊരു 6 മുതൽ 7 മാസം വരെ മെയിൻ എക്സാമിന് പഠിക്കാൻ സമയം കിട്ടും. എന്നാൽ പ്രിലിംസിന് ഒരു 120-150 ദിവസം വരെയെങ്കിലും പഠിക്കാൻ സമയം കിട്ടും. അപ്പൊ ഇത്രയും കാലയളവിനുള്ളിൽ നന്നായിട്ട് പഠിച്ച് നല്ലൊരു റാങ്കിൽ ഉൾപ്പെട്ട് ജോലി വാങ്ങാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ കോഴ്സ് ഒരുക്കിയിട്ടുള്ളത്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കാണും. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കാണാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. SCERT ചാപ്റ്ററുകളും NCERT ചാപ്റ്ററിന്റെയും ക്ലാസ്സുകൾ കാണും. അതിന്റെ എല്ലാ നോട്ടുകളും ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഡെയിലി മോക്ക് ടെസ്റ്റുകൾ കാണും. അതുപോലെ OMR ടെസ്റ്റിന്റെ പ്രാക്ടീസുകൾ കാണും. അതുപോലെ സ്പെഷ്യൽ സ്റ്റഡി ടൈം ടേബിളും ലഭ്യമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ കോഴ്സിന്റെ ഫീസ് വരുന്നത് 2499 രൂപയാണ്. അതുപോലെ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അപ്പൊ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 9995467246 എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ചെയ്യുക. അതുപോലെ എന്റെ കൂപ്പൺ കോഡായ ധന്യ20 ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ അടുത്ത ചോദ്യം പഠിക്കാം. AI സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് ജൻ. AI സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് ജൻ. ഭാരത് ജൻ ആണ്. നെക്സ്റ്റ് 2023 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വി മധുസൂദനൻ നായർക്കാണ്. 2023 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർ. AI സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് ജൻ. ഭാരത് ജൻ ആണ്. 2023 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർക്കാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? പരമേശ് ശിവമണിയാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് പരമേശ് ശിവമണിയാണ്. നെക്സ്റ്റ്, സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച പദ്ധതിയാണ് ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച പദ്ധതിയാണ് ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ് ആണ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച പദ്ധതിയാണ് ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ് ആണ്. രാജ്യാന്തര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ 2024 പുലിസ്റ്റർ അവാർഡ് നേടിയത് ന്യൂയോർക്ക് ടൈംസിനാണ്. രാജ്യാന്തര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ 2024 പുലിസ്റ്റർ പുരസ്കാരം നേടിയത് ന്യൂയോർക്ക് ടൈംസിനാണ്. അടുത്ത ചോദ്യം. അടുത്തിടെ അന്തരിച്ച പ്രേംനസീറിന്റെ ആദ്യ സിനിമയിലെ നായികയാണ് നെയ്യാറ്റിൻകര കോമള. അടുത്തിടെ അന്തരിച്ച പ്രേംനസീറിന്റെ ആദ്യ സിനിമയിലെ നായിക നെയ്യാറ്റിൻകര കോമളമാണ്. അടുത്ത ചോദ്യം. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗമാണ് ഹൃദ്രോഗമാണ്. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗമാണ് ഹൃദ്രോഗമാണ്. അടുത്ത ചോദ്യം. ലോകാരോഗ്യ സംഘടന 2024 ഓഗസ്റ്റിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓൺ ഇന്റർനാഷണൽ കൺസേൺ ആയി പ്രഖ്യാപിച്ചത് ഏത് വൈറസിനെയാണ്? എംപോക്സ്. ലോകാരോഗ്യ സംഘടന 2024 ഓഗസ്റ്റിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓൺ ഇന്റർനാഷണൽ കൺസേൺ ആയി പ്രഖ്യാപിച്ചത് ഏത് വൈറസിനെയാണ്? എംപോക്സ്. അടുത്ത ചോദ്യം. പ്രമുഖ സ്പാനിഷ് പബ്ലിക്കേഷനായ മാർക്ക തിരഞ്ഞെടുത്ത ലോകത്തെ എക്കാലത്തെ മികച്ച ഫുട്ബോളർ ആരാണ്? ലയണൽ മെസ്സിയാണ്.
പ്രമുഖ സ്പാനിഷ് പബ്ലിക്കേഷനായ മാർക്ക തിരഞ്ഞെടുത്ത ലോകത്തെ എക്കാലത്തെ മികച്ച ഫുട്ബോളർ ലയണൽ മെസ്സി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സബ്മറൈൻ ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സബ്മറൈൻ ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. അടുത്ത ചോദ്യം, 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126 ആണ്. 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. അടുത്ത ചോദ്യം, 2024 WR ചെസ് മാസ്റ്റേഴ്സ് കപ്പ് കിരീടം നേടിയത് ആരാണ്? അർജുൻ എരിഗേസിയാണ്. WR ചെസ് മാസ്റ്റേഴ്സ് കപ്പ് കിരീടം നേടിയത് അർജുൻ എരിഗേസിയാണ്. അപ്പൊ 2024 WR ചെസ് മാസ്റ്റേഴ്സ് കപ്പ് കിരീടം നേടിയത് അർജുൻ എരിഗേസിയാണ്. അർജുൻ എരിഗേസി. അടുത്തത്, 2024 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 116 ആണ്. 2024 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116 ആണ്. അടുത്തത്, കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദാ മുരളീധരനാണ്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ. നെക്സ്റ്റ്, യാർസ് ആണവ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയ രാജ്യമാണ് റഷ്യ. 2024 യാർസ് ആണവ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയ രാജ്യമാണ് റഷ്യയാണ്. അടുത്ത ചോദ്യം, 2024 ഫെമിന മിസ് ഇന്ത്യ വിജയി ആരാണ്? നികിത പോർവാൾ MP ആണ്. 2024 ഫെമിന മിസ് ഇന്ത്യ ആണ് നികിത പോർവാളാണ് 2024 ഫെമിന മിസ് ഇന്ത്യ. അടുത്തത്, ഇന്ത്യയിൽ മില്ലറ്റ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിൽ മില്ലറ്റ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാനാണ്. നെക്സ്റ്റ്, 2024 IPL കിരീട നേട്ടത്തോടെ എത്രാമത്തെ തവണയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരാകുന്നത്? 3-ാം തവണയാണ്. 2024 IPL കിരീടം നേടിയത് ആർക്കാണ്? നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. എത്രാമത്തെയാണ് ചാമ്പ്യന്മാരാകുന്നത്? 3-ാമതാണ് ഇവർക്ക് IPL കിരീടം കിട്ടുന്നത്. 2012 2014 ഇപ്പോൾ 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് IPL നേടിയത്. അതൊന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ 2024 IPL കിരീട നേട്ടത്തോടെ എത്രാമത്തെ തവണയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരാകുന്നത്? 3-ാം തവണയാണ്. നേരത്തെ 2012, പിന്നീട് 2014, ഇപ്പോൾ 2024. നെക്സ്റ്റ്, ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവി ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ ആണ്. ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവിയാണ് ജനറൽ അനിൽ ചൗഹാൻ ആണ്. അടുത്ത ചോദ്യം, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കേരള നോളജ് മിഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് സമന്വയം. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കേരള നോളജ് മിഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് സമന്വയം. അപ്പോൾ നമ്മുടെ കേരള സർക്കാർ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കേരള നോളജ് മിഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് സമന്വയം. നെക്സ്റ്റ്, 2024 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PK വീരമണിദാസനാണ്. 2024 ഹരിവരാസനം കിട്ടിയത് PK വീരമണിദാസനാണ്. അടുത്തത്, 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? റഷ്യയിലെ കസാനിൽ വെച്ചായിരുന്നു. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയിലെ കസാനിലായിരുന്നു. അടുത്തത്, സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുള്ള K രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുള്ള K രാഘവൻ മാസ്റ്റർ പുരസ്കാരം നേടിയത് M ജയചന്ദ്രനാണ്. അടുത്ത ചോദ്യം, ദേശീയ സൈബർ സുരക്ഷാ അംബാസിഡറായി നിയമിതയായത് രശ്മിക മന്ദാനയാണ്. ദേശീയ സൈബർ സുരക്ഷാ അംബാസിഡറായി നിയമിതയായത് രശ്മിക മന്ദാനയാണ്. അടുത്തത്, 2024 ഫെബ്രുവരിയിൽ നടന്ന ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ദുബായിലാണ്. 2024 ഫെബ്രുവരിയിൽ നടന്ന ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി ദുബായ് ആയിരുന്നു. അടുത്ത ചോദ്യം, 2024 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 109 ആണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കി പോകാം.
ഏത് ഇന്ത്യൻ ഗുസ്തി താരത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിറ്റ്നസ് സാക്ഷി മാലിക്? ഏത് ഇന്ത്യൻ ഗുസ്തി താരത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിറ്റ്നസ് സാക്ഷി മാലിക്? സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിൽ 1ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനമാണ് കേരളം. ഫെയിം പദ്ധതിക്ക് പകരമായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന പദ്ധതിയാണ് PM-E ഡ്രൈവ്. PM-E ഡ്രൈവ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ വനിതാ പൈലറ്റ് ആണ് മോഹന സിംഗ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ വനിതാ പൈലറ്റ് ആണ് മോഹന സിംഗ്. അടുത്ത ചോദ്യം, 2024 കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? തക്കുടുവെന്ന അണ്ണാറക്കണ്ണനാണ്. തക്കുടുവെന്ന അണ്ണാറക്കണ്ണൻ. അടുത്ത ചോദ്യം, കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനമാണ് പൗർണമി. പൗർണമി. അടുത്ത ചോദ്യം, 2024 ട്രാൻസ്പോർട്ട് ഇന്നവേഷനുള്ള ഹെഡ്കോയുടെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോ. അടുത്ത ചോദ്യം, സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം രചിച്ചത് KT ജലീലാണ്. സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം എഴുതിയത് KT ജലീൽ. അടുത്ത ചോദ്യം, 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഹൈദരാബാദാണ്. ഹൈദരാബാദ്. അടുത്ത ചോദ്യം, 2024-2025 വർഷത്തെ രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് സച്ചിൻ ബേബിയാണ്. 2024-2025 വർഷത്തെ രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് സച്ചിൻ ബേബിയാണ്. അടുത്ത ചോദ്യം, വ്ളാഡിമിർ പുടിൻ എത്രാം തവണയാണ് റഷ്യൻ പ്രസിഡന്റ് ആകുന്നത്? വ്ളാഡിമിർ പുടിൻ 5ാം തവണയാണ് റഷ്യൻ പ്രസിഡന്റ് ആകുന്നത്. അടുത്ത ചോദ്യം, AI സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഭാരത് ജൻ. AI സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് ജൻ. അടുത്തത്, 2023 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് V മധുസൂദനൻ നായർക്കാണ്. അടുത്തത്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് പരമേശ് ശിവമണിയാണ്. അടുത്ത ചോദ്യം, സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച പദ്ധതിയാണ് ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ് ആണ്. ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ്. അടുത്ത ചോദ്യം, രാജ്യാന്തര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ 2024 പുലിസ്റ്റർ അവാർഡ് നേടിയത് ന്യൂയോർക്ക് ടൈംസ് ആണ്. ന്യൂയോർക്ക് ടൈംസ്. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച പ്രേമനസീറിന്റെ ആദ്യ ശിനിമയിലെ നായിക ആരാണ്? നെയ്യാറ്റിൻകര കോമള. നെയ്യാറ്റിൻകര കോമള. അടുത്ത ചോദ്യം, 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഹൃദ്രോഗമാണ്. ഹൃദ്രോഗം. അടുത്ത ചോദ്യം, ലോകാരോഗ്യ സംഘടന 2024 ഓഗസ്റ്റിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓൺ ഇന്റർനാഷണൽ കൺസേൺ ആയി പ്രഖ്യാപിച്ചത് ഏത് വൈറസിനെയാണ്? എംപോക്സിനെയാണ്. അടുത്ത ചോദ്യം, പ്രമുഖ സ്പാനിഷ് പബ്ലിക്കേഷനായ മാർക്ക തിരഞ്ഞെടുത്ത ലോകത്തെ എക്കാലത്തെയും മികച്ച ഫുട്ബോളർ ലയണൽ മെസ്സി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സബ് മറൈൻ ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. അടുത്ത ചോദ്യം, 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126 ആണ്. അടുത്ത ചോദ്യം, 2024 WR ചെസ് മാസ്റ്റേഴ്സ് കപ്പ് കിരീടം നേടിയത് ആരാണ്? അർജുൻ എരിഗേസിയാണ്. അർജുൻ എരിഗേസി. അടുത്ത ചോദ്യം, 2024 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 116 ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദാ മുരളീധരനാണ്. ശാരദാ മുരളീധരൻ. അടുത്ത ചോദ്യം, യാർസ് ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയ രാജ്യമാണ് റഷ്യ. അടുത്ത ചോദ്യം, 2024 ഫെമിന മിസ് ഇന്ത്യ വിജയിയാണ് നികിതാപൂർ വാൾപോൾ MP ആണ്. നികിതാപൂർ വാൾ MP ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മില്ലറ്റ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. അടുത്ത ചോദ്യം, 2024 IPL കിരീട നേട്ടത്തോടെ എത്രാമത്തെ തവണയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരാകുന്നത്? 3ാം തവണയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവി ആരാണ്? ജനറൽ അനിൽ ചൗഹാനാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കേരള നോളജ് മിഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സമന്വയം. അടുത്ത ചോദ്യം, 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് PK വീരമണിദാസനാണ്. അടുത്ത ചോദ്യം,
2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കസാൻ, റഷ്യയാണ്. അടുത്ത ചോദ്യം, സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുള്ള കെ രാമകൃഷ്ണൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം ജയചന്ദ്രൻ. അടുത്ത ചോദ്യം, ദേശീയ സൈബർ സുരക്ഷ അംബാസിഡറായി നിയമിതയായത് രശ്മി മന്ദാനയാണ്. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ദുബായ് ആണ്. അടുത്ത ചോദ്യം, 2024 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 109 ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ 40 ചോദ്യങ്ങളോളം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നാളെ വീണ്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.